ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ഡിഷാണ് കേട്ടോ, ചക്കപ്പുഴുക്ക്. അതിനായിട്ട് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞത്, ചക്ക അധികം മൂക്കാത്ത ഇളം ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി വേവിക്കാനുണ്ടാവും കുക്കറിൽ. ഇതിനാവശ്യമായ ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഇത് വേവാൻ ആവശ്യമായ വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കിന്ന് 3 വിസിലേൽപ്പിക്കാം. ചക്ക വേവണ സമയം കൊണ്ട് നമുക്കതിനുള്ള ഒരു അരപ്പുണ്ടാക്കാം. തേങ്ങയുടെ അരമുറി, വലിയ മുറി തേങ്ങ, 4 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് എരിവ് ആവശ്യാനുസരണം എടുക്കാട്ട പച്ചമുളക്, കറിവേപ്പില, ഇപ്പം ജീരകം, നല്ല ജീരകം ഉണ്ട് ഞാൻ ഇടുന്നേ. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ചക്കയിലിട്ട് നമ്മൾ വേവിച്ചേക്കണേ. ഇതൊന്ന് തരിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്കിതൊന്ന് ഒതുക്കാം. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണ്ടേ, ഈ പരുവത്തിലാണ്ട് എടുക്കണ്ടേ. ഒന്ന് വെറുതെ ഒന്ന് ചതച്ചാൽ മതി, ഒന്ന് ചതഞ്ഞാൽ മതി. കുക്കറിൽ നിന്ന് ചക്ക ഞാൻ ചീഞ്ചട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. തീ കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതാണ്ട, ഇത് നല്ല ഉടഞ്ഞിരിക്കുന്ന പരുവാണത്. നമുക്കിനി ഈ തേങ്ങപ്പീര നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് തട്ടിപ്പൊട്ടി വെക്കാം കേട്ടോ. തേങ്ങയും ഈ ചക്കയും ഒക്കെ ഒന്ന് വേവട്ടെ. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടെ. തേങ്ങയുടെ മിശ്രിതവും ചക്കയും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. എല്ലാവരും കൂടി തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയും ലൂസാവണം, ചിലർക്ക് പുഴുക്കുന്നൊക്കെ ഇതിനേലും ലൂസാവണമെങ്കിൽ ആ തേങ്ങാരപ്പിലേക്ക് അല്പം വെള്ളവും കൂടി കൂട്ടി, ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളവും കൂടി കൂട്ടി ഇതിനകത്ത് ലൂസാക്കാട്ടോ. ഞങ്ങൾക്ക് ഈ പരുവം മതി. ഉപ്പില്ലെങ്കിൽ സമയത്ത് ഉപ്പിടാട്ടെ. എനിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്. എരിവൊക്കെ കറക്റ്റാണോ നോക്കാം. എനിക്ക് എരിവൊക്കെ കറക്റ്റാണ്. ഞാൻ 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. എല്ലാവരും കൂടി മിക്സായി നല്ലോണം എല്ലാം പിടിച്ചിട്ടാ. ചക്കയും തേങ്ങയും എല്ലാവരും ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ കേട്ടോ. നല്ലോണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. ചിലവർ കടുക് പൊട്ടിക്കണം, ഞാൻ കടുക് പൊട്ടിക്കാറില്ല. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാറട്ടാ. കറിവേപ്പിലയും നല്ലോണം ഇടാട്ടാ. കറിവേപ്പില എന്തെങ്കിലും കുറവാണ്. അരച്ചപ്പോൾ ഞാൻ ഇട്ടേർന്ന് കുറച്ച്. എല്ലാവരും കൂടി ഒന്ന് യോജിപ്പിച്ച് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റിലൂടെ അറിയിക്കണേ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.